ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടാണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ ആവേശവും ഇങ്ങനെ ഓരോ ഇടങ്ങളിലായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. 6 പതിറ്റാണ്ടായി ചുവന്ന കോട്ടയായി തുടരുന്ന പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ തിരുനെല്ലി. 17 സീറ്റുകളിൽ 17 നേടിയാണ് ഇവിടെ LDF ഭരണം നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം മുന്നിൽ കണ്ടാണ് ഇടതുകോട്ട പൊളിക്കാനുള്ള UDFന്റെ ശ്രമം. പഞ്ചായത്ത് രൂപീകൃതമായ കാലം മുതൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന ചരിത്രമാണ് തിരുനെല്ലിയുടേത്. ആ വിജയവഴിയിൽ ഒടുവിൽ 17-ൽ 17 വാർഡുകളെ വിജയിപ്പിച്ചെടുത്തതായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷമില്ലാത്ത വയനാട് ജില്ലയിലെ ഏക പഞ്ചായത്താണ് തിരുനെല്ലി. പനവലിയിൽ നിന്നും ജനപ്രതിനിധിയായ PV ബാലകൃഷ്ണൻ നയിക്കുന്നതായിരുന്നു ഭരണസമിതി. മന്ത്രി OR കേളു ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇടതു തുടർച്ച ആവർത്തിക്കുമെന്നാണ് നേതാക്കളുടെ ആത്മവിശ്വാസം. 2020 തെരഞ്ഞെടുപ്പിൽ 17 നിലവിലുള്ള 17 സീറ്റിൽ 17 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും പൂർണ്ണമായി ജയിച്ച ഒരു പഞ്ചായത്താണ്. ഈ വർഷവും അതുപോലെ തന്നെ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൊക്കെ ട്രെൻഡ് മാറി വരുന്നുണ്ട്. ആ ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 2010 ഭരണസമിതിയിൽ UDFന് 5 ജനപ്രതിനിധികൾ തിരുനെല്ലിയിലുണ്ടായിരുന്നു. 2016-ൽ ഇത് 1 മാത്രമായി ചുരുങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരാൾ പോലും ഇല്ലാത്ത വിധമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് നിലയിൽ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് UDF. തിരുനെല്ലി തിരുത്തും, മാറ്റം വരുമെന്നാണ് UDFന്റെ മുദ്രാവാക്യം. സമീപകാലത്ത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ്, മുന്നണിക്ക് വലിയ പ്രതീക്ഷയാണ്. അഭിമാനികളായ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ഒരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഉയരും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു മുദ്രാവാക്യം പങ്കുവെക്കുന്നു. തിരുനെല്ലി തിരുത്തും, മാറ്റം വരുമെന്ന മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തുകയാണ്. ജില്ലയിൽ ഏറ്റവും അധികം ആദിവാസി വിഭാഗക്കാരുള്ള പഞ്ചായത്താണ് തിരുനെല്ലി. ശക്തമായ മത്സരം നടത്താൻ BJPയും പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ട്. 17-ൽ 17 എന്ന മാറ്റം നിലനിർത്താൻ LDFനാകുമോ? ഇടതുകോട്ട പൊളിക്കാൻ UDFന് കഴിയുമോ? നില മെച്ചപ്പെടുത്തുമോ BJP? തിരുനെല്ലിയിൽ നിന്ന് മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.